നിന്നെ കാണാതൊരു നാൾ ഞാനൊരുകുന്നത് പോലെ You're in love. ഒന്നും ചെയ്യാനലസം മെയ് തളരുന്നത് പോലെ You're in love. എല്ലാം നൽകാൻ തോന്നിയാലേ. Hey guys, welcome to D Vlogs. Happy anniversary. ആനിവേഴ്സറി ആയിട്ട് അന്നത്തെ ദിവസം ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിലാണ് കേട്ടോ ഞങ്ങൾ. എന്തായാലും ഇനി വൈകിട്ട് കാണാം. അങ്ങനെ ഇതാ അശി ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഓഫീസിലേക്ക് പോയി. ഹലോ, അങ്ങനെ അശി രാവിലെ തന്നെ പോയി, ഡ്യൂട്ടിക്ക് പോയി. ഇനി വൈകുന്നേരം വരും. വൈകുന്നേരം നേരത്തെ വരുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അവിടെ ഇവൻ്റൊക്കെ ഉള്ളതുകൊണ്ട് അറിയില്ല നേരത്തെ വരാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ആനിവേഴ്സറി ടു അസ്. എത്ര പറഞ്ഞിട്ട് മതിയാവുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്തോ ബർത്ത്ഡേ ആണെങ്കിലും ഇങ്ങനെ എന്താണെങ്കിലും എനിക്കിങ്ങനെ സ്വയം ഇങ്ങനെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണം, വിഷ് ചെയ്തുകൊണ്ടിരിക്കണം എന്തോ. അപ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെ നീണ്ട ഒരു വർഷം, പക്ഷെ പെട്ടെന്ന് പോയിട്ടോ, അറിഞ്ഞതേ ഇല്ല. എൻ്റെ ദൈവമേ, ഒരു വർഷം. കഴിഞ്ഞ വർഷം ഈ ഒരു ടൈം ആലോചിക്കുമ്പോൾ എനിക്ക് ഉറങ്ങിയിട്ടേ ഇല്ല. കഴിഞ്ഞ വർഷം തലേ ദിവസം ഫങ്ഷനൊക്കെ കഴിഞ്ഞ് എനിക്ക് ഞാൻ കിടക്കുമ്പോൾ തന്നെ 2-2:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 4 മണിയാകുമ്പോൾ എണീക്കുകയും ചെയ്തു. എന്തൊരു തിരക്ക് ബഹളമായിരുന്നു. എൻ്റെ അമ്മേ, എത്ര പെട്ടെന്ന് അതൊക്കെ കഴിഞ്ഞ് പോയെന്ന് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. കാരണം ഒന്നും കൂടെ അങ്ങനെയൊക്കെ ഇനിയില്ലല്ലോ, കല്യാണം കഴിഞ്ഞില്ലേ, ഇനി അങ്ങനെ ഒരു കല്യാണം. ഞാനിപ്പോഴും അശ്വിൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, നമുക്കൊന്നുകൂടെ കല്യാണമൊക്കെ റീക്രിയേറ്റ് ചെയ്താലോ, സെയിം ഫങ്ഷനൊക്കെ വെച്ച്. എന്തോ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്നുകൂടെ കല്യാണം കഴിക്കാൻ. മീൻസ് അതല്ല, ഈ സെയിം സംഭവം തന്നെ ഒന്നുകൂടെ വേണം, ഒന്നുകൂടെ കഴിഞ്ഞ ആ ഒരു ഇതിലേക്ക് പോകാൻ തോന്നുന്നു. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരുപാട് സന്തോഷവും കുറച്ച് സങ്കടങ്ങളും പിണക്കങ്ങളും എല്ലാം അടി ഇടി പിടി എല്ലാം ചേർന്നിട്ടുള്ളൊരു വർഷം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ ജീവിക്കാൻ, ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ആനിവേഴ്സറി സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല, ചെറിയൊരു ഗ്യാതറിങ്. വൈകിട്ട് എല്ലാവരും കൂടെ ചെറിയൊരു ഫങ്ഷൻ, ഒരു എന്താ പറയുക, ഒരു മിനി ഫുഡ് പാർട്ടി അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ എന്തായാലും അതൊക്കെ കാണാം. പിന്നെന്താ, ഇന്ന് അശിക്ക് പോകാനുള്ളത് കൊണ്ട് എന്തോ ഒരു വിഷമം, ഒരു സങ്കടം. ഇന്നത്തെ ദിവസം ഫുള്ള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ന് ട്യൂസ്ഡേ, ഒരു രക്ഷയില്ല. ഇപ്പം എന്തായാലും ഞാൻ കുറച്ചുകൂടെ കിടക്കാൻ പോവാണ്. കാരണം ഇന്നലെ നൈറ്റ് നമ്മൾ പുറത്ത് പോയിട്ട് എൻ്റെ വന്നിട്ട് കിടന്നത് എനിക്ക് തോന്നുന്നു 12-12:30 നമ്മളിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി. അപ്പം കിടക്കാൻ ലേറ്റായി. പിന്നെ ഇതാ 4 മണി 4:15 എണീക്കുകയും ചെയ്തു. ഉറക്കം ശരിയായില്ലെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ പോവും. എനിക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം എന്തോ ഒരു ക്ഷീണം, ഒരു എന്താ പറയുക അതിന്, ഒരു ടയർഡ്നെസ് ആയിരിക്കും. തീരെ ഒരു ഉഷാറുണ്ടാവില്ല ഒന്നിനും. അതുകൊണ്ട് കുറച്ചും കൂടെ ഉറങ്ങണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഉറങ്ങി എണീറ്റ് കാണാം. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിപ്പോയി. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പോയി കുളിച്ചിട്ടിങ്ങ് വന്നു. എന്നിട്ട് റെഡി ആവാൻ ഇവിടെ ആരും ഇല്ല കേട്ടോ. ഞാൻ പിന്നെ ആനിവേഴ്സറിക്കല്ലേ, അപ്പോൾ ഒന്ന് റെഡി ആയിട്ടൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഈ മാല എൻ്റെ കഴുത്തിൽ വീണ ദിവസമാണല്ലോ ഇന്ന്. അപ്പോൾ മാലയൊക്കെ എടുത്തിട്ടു, കുങ്കുമൊക്കെ തൊട്ടു. ഇങ്ങനെ കാണാനൊന്നും ആരുമില്ല, എന്നാലും
പിന്നെ ഞാൻ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ അമ്മ ഉച്ചയ്ക്കിട്ട് സദ്യക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് രസമായിട്ടുണ്ട്, അപ്പോൾ അതിലേക്കൊന്ന് വറവിടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ രസത്തിൽ വറവൊക്കെ ഇട്ടു. പിന്നെ നോക്കിയപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചത് മുട്ടയൊക്കെ എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓരോന്നോരോന്നായിട്ട് അങ്ങ് തീർത്താൽ പിന്നെ പണി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മുട്ടയൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ ഇന്ന് നമ്മൾ രാത്രിയാണല്ലോ എല്ലാവരും വരുന്നത്, അപ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡിന് വേണ്ടി ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഒരു ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഇതാ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ പായസം ഉണ്ടാക്കുകയാണേ. അടപ്പായസമാണ്. ഞാനിതുവരെ പായസമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇത് പിന്നെ ആ ഒരു മിക്സ് പാലിൽ തിളയ്ക്കുമ്പോൾ അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ, ചുമ്മാ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ പോരെ. അതുകൊണ്ട് പായസം ഉണ്ടാക്കുകയാണ്. ഞാനിങ്ങനെ അന്ന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എടുത്തതൊന്നുമില്ല കേട്ടോ. ഇവിടുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ നുള്ളിക്കൂട്ടിയ കുറച്ച് വീഡിയോസ്. ഇപ്പോൾ ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട്, അപ്പോഴത്തേക്കും മഷി വന്നു. നമ്മൾ കേക്കൊക്കെ ഓർഡർ ചെയ്തിരുന്നു, അത് വന്നു. ഇതാ ഹാപ്പി ആനിവേഴ്സറി ടു അസ്. നല്ല ഭംഗിയുണ്ടല്ലേ കേക്ക് കാണാൻ, എനിക്കിഷ്ടമായി. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഡ്രസ്സിന് മാച്ചാണ്. ഇതാ ഈ ഫ്ലവർ ഒറിജിനലാണ് കേട്ടോ, റോസ് ഫ്ലവർ. നല്ല ക്യൂട്ട് പിങ്ക് കളറിൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ച് കൊത്തി അരിഞ്ഞിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഇതാ ഇവിടെ ഓൾറെഡി കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടിയിലാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ നമ്മളെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചി രഞ്ജേട്ടനൊക്കെ വന്നു, പിന്നെ കസിൻസ് ഇതാ വരുന്നുണ്ട്. ഹലോ താങ്ക് യു ജസ്റ്റ് ഫോട്ടോ ഇത്ര നല്ല ജനറൽ ന്യൂട്രലാ സ്പ്രേ ഉപയോഗിക്കാറില്ല, അല്ലാണ്ട് തന്നെ മണാണ്. അങ്ങനെ നമ്മുടെ കസിൻസും എത്തിയിട്ടുണ്ട്. ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത്. ഗിഫ്റ്റൊക്കെ ഞാൻ ലാസ്റ്റ് നല്ലോണം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി. ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇത് എൻ്റെ ബർത്ത്ഡേക്ക് അശി എടുത്തു തന്നതാണ് കേട്ടോ. ഞാൻ അത് തന്നെയാണ് ഇട്ടത്. അല്ല, അത് തന്നെ പറയാം, ഇത് ഫസ്റ്റ് ടൈം ഇടുകയാണ്. പിന്നെ അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നു നമ്മൾ മാച്ചാണെന്ന്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ മാച്ചില്ലേ, കാണാൻ സെയിം ആണെന്നല്ല, പക്ഷേ മാച്ചാണെന്ന് ഞാൻ പറയുമായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് റെഡിയായി അങ്ങോട്ടേക്ക് മീൻസ് പുറത്തേക്ക് പോയി. അപ്പോഴത്തേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഫുഡ് ഓർഡർ ചെയ്തൊക്കെ വന്നു, അതൊക്കെ എടുത്ത് വെച്ചു. കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കനും വെജും ഫിഷും ഒക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു. പിന്നെ റൈസും എന്താ ഒറിജിനാലിറ്റി. ഹാപ്പി ആനിവേഴ്സറി. ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകസല്ലാപം, തെന്നലിൻ തഴുകലെന്നോർത്തുപോയി ഞാൻ. ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകസല്ലാപം, തെന്നലിൻ തഴുകലെന്നോർത്തുപോയി ഞാൻ. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് ഇത് ആശിയും ഒരു കസിൻ സിസ്റ്ററും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയാണ്. അതിനിടയിൽ ഞാൻ ഒരു റോസ് ഫ്ലവർ ഞാനിങ്ങ് എടുത്ത് വെച്ചു കേട്ടോ. എനിക്കത് കളയാൻ തോന്നിയില്ല. എന്തോ നല്ല രസമല്ലേ കാണാൻ, നല്ല ക്യൂട്ടാണ്. അപ്പോൾ അത് കളയാൻ തോന്നാത്തതുകൊണ്ട് ഞാനത് എടുത്ത് വെച്ചു. ഇപ്പോഴും കളഞ്ഞിട്ടില്ല കേട്ടോ, ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. നല്ലൊരു ലൈറ്റ് പിങ്ക് കളറ്. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് പിന്നെ നേരെ ഫുഡ് അടിയിലോട്ട് കിടക്കുകയാണ്. കേക്ക് അധികം കഴിക്കാൻ നിന്നില്ല, കാരണം മധുരം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാൻ കുറച്ച് പണിയാവും. എനിക്കങ്ങനെയാണ് കേട്ടോ, എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് കേക്ക് അധികം കഴിക്കാൻ നിന്നില്ല. പിന്നെ അപ്പോഴത്തേക്കും നല്ല കുറച്ച് വിശപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ട്രിപ്പ് കഴിഞ്ഞു. അടുത്ത ട്രിപ്പിൽ ഇതാ നമ്മളിരിക്കാൻ പോവുകയാണ്. എന്ത് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഈ പത്തിരി, നൈസ് പത്തിരി ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കിയതാണ്.
അപ്പം ഞാൻ ഫസ്റ്റ് പത്തിരി എടുത്തു. പത്തിരിയും പിന്നെ വറുത്ത ചിക്കനും. ആഹാ, എന്താ രസം! കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പത്തിരിയും കുറച്ച് റൈസും പിന്നെ അപ്പവും കഴിച്ചു എന്ന് തോന്നുന്നു, ഓർമ്മയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അമ്മയാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്. വേറെ ആരെയും കണ്ടില്ല, അതുകൊണ്ട് ഞാൻ അമ്മേനെ ഏൽപ്പിച്ചു. അങ്ങനെ എല്ലാം കഴിച്ച് പിന്നെ എല്ലാവരും പോയി. അപ്പം ഞാൻ റൂമിലേക്ക് വന്ന് നമുക്ക് കുറച്ച് ഗിഫ്റ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ച്, നമ്മളധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഗിഫ്റ്റൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, നമ്മളെ കസിൻസ് വന്നപ്പോൾ കൊണ്ടു തന്നെയാണ്. അപ്പോൾ ഇതാ ഒരു ഫ്രെയിം, നല്ല ക്യൂട്ട് ഒരു വൈറ്റ് ഫ്രെയിമിൽ വരുന്ന ഒരു ഫ്രെയിമാണ്. നമ്മൾ റീസെൻ്റായിട്ട് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഗിഫ്റ്റ്. പിന്നെ ഇതാ ഒരു പെർഫ്യൂമുണ്ട്. ഇത് ഞാൻ പറഞ്ഞു രണ്ടുപേർക്കും കൂടിയാണെന്ന് ഞാൻ അശ്വിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഗിഫ്റ്റ്. ഇനി സെക്കൻഡ് വൺ നോക്കാം. ഇത് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഒക്കെ വകയുള്ള ഗിഫ്റ്റാണ് കേട്ടോ. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു ഫാമിലി പോലെയാണ്, അത്രയും ക്ലോസ് ആണ്. അപ്പോൾ അവരുടെ ഗിഫ്റ്റാണ്, എന്താണെന്ന് നോക്കാം. അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതാ ഒരു ബാഗാണ്. നല്ലൊരു കുഞ്ഞു ബാഗാണ്. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പ്രത്യേകിച്ച് ഞാൻ ഈ ബാഗിൻ്റെ ഒക്കെ എനിക്ക് ഭയങ്കര ക്രേസാണ്. എനിക്ക് എത്ര കിട്ടിയാലും മതിയാത്ത സാധനങ്ങളാണ് ഈ ബാഗ്, ഡ്രസ്സ്, ചെരുപ്പ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ എത്ര വാങ്ങിയാലും പുറത്ത് പോകുമ്പോൾ എവിടെയും കണ്ടാൽ ഞാൻ അശ്വിൻ്റെ അടുത്ത് പറയും, ബാഗ് നല്ല രസമല്ലേ, അങ്ങനെ. അതുകൊണ്ട് ഹാപ്പി, നല്ല രസമുണ്ട് കാണാൻ, നല്ല ക്യൂട്ട് ബാഗാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നോക്കാം. ഇതും അവരുടെ തന്നെ ഗിഫ്റ്റാണ് കേട്ടോ. ഇത് അശ്വിക്കുള്ളതാണ്. ഇതിനകത്ത് എന്താണെന്ന് നോക്കിയപ്പോഴാണെങ്കിൽ ഇതിൽ വീണ്ടും പെർഫ്യൂമാണ് ഗൈസ്. ഇതിൽ 3 എണ്ണം ഉണ്ട്. 2 പെർഫ്യൂമും ഒരു ബോഡി ഷവർ ജെല്ലും ആണ്, ഒന്ന് ബോഡി സ്പ്രേ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്തായാലും പൊട്ടിച്ച് നോക്കുന്നില്ല, അശ്വി തന്നെ പൊട്ടിച്ച് നോക്കിക്കോട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ച് തന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചു, കഴിഞ്ഞ വീഡിയോയിൽ അശ്വി എനിക്ക് വാങ്ങിച്ചു തന്ന ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചു ഞാൻ അങ്ങോട്ടൊന്നും കൊടുത്തില്ലേ, മോശമായിപ്പോയി എന്നൊക്കെ. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എനിക്കൊന്നും കൊടുക്കാൻ പറ്റാത്തതിൽ. അതിൻ്റെ കാരണം ഞാൻ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അശ്വി തന്നെയാണ്. അപ്പോൾ കാണാത്തവരാണ്, അത് കേൾക്കാത്തവരാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളത് കാണുക. അപ്പോൾ ആനിവേഴ്സറി സ്പെഷ്യൽ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.